ധ്യാൻ ചേട്ടന്റെ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ മലയാളി പ്രേക്ഷകർക്ക് അത് മരുഭൂമിയിൽ മഴ പെയ്യുന്ന പോലെയാണ്. പക്ഷെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആ മഴ പെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു മഴക്കാലം തന്നെ പ്രതീക്ഷിക്കാമോ? ഒരിക്കലും എല്ലാ സീസണും പിടിക്കണല്ലോ. സമ്മർ വരും, വേനൽക്കാലം വരും, മഴക്കാലം വരും, തണുപ്പ് വരും. കാരണം ഇപ്പൊ മഴക്കാലം, ഇപ്പൊ വേനൽ വരും. കാരണം ധ്യാൻ ചേട്ടൻ സിനിമ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാല് പടത്തിനെ ഏറിക്കയറ്റുന്നത്, ധ്യാൻ ചേട്ടനെ ഏറിക്കയറ്റുന്ന ആളുകള്, റിവ്യൂവേഴ്സ്, അശ്വന്ത് ഗോകായാലൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറയും. സുഹൃത്തുക്കളെ അറിയാതെ ആൾക്കാരോട് എനിക്ക് ഇന്ന് ഇതൊന്നും ബാധിക്കുന്നില്ല, നിനക്ക് ഇതുവരെ മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി. പക്ഷെ നല്ല സിനിമകൾ വന്നു, വളരെ സന്തോഷം, വളരെ സന്തോഷമായി. അതെ അതെ. അപ്പൊ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, സാധാരണ ആളുകളോട് ചോദിക്കുന്നത് പരാജയങ്ങളെ നിങ്ങൾ എങ്ങനെ നേരിടും എന്നാണ്. ചേട്ടൻ അതൊരു പുത്തരിയല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് വിജയങ്ങളെ എങ്ങനെയാണ് നേരിടുന്നത്? അത് സത്യം, അത് ഭയങ്കര ടഫ് ചോദ്യം. അതെ അല്ല, ഇതിപ്പോ ഈ വിജയം ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ നീ ആത്മാർത്ഥമായിട്ട് ഇത്ര പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഇതൊക്കെ ഇതിന്റെ കാരണം. ഞാൻ ഈ വർഷത്തെ എന്റെ 12ാമത്തെ പടമായിരുന്നു. ഈ മാസം എത്ര മാസമായി കാണും? 9 മാസം. 9 മാസത്തില് 12ാമത്തെ പടം, അല്ലെങ്കിൽ 10ാമത്തെ പടത്ത് പടം. 10 അപ്പൊ 10 11 പടമായി. അതിലിപ്പോ പ്രിൻസ്, ഉജ്ജനൻ, പിന്നെ ഏതായിരുന്നു, വള, പിന്നെ വള, 3 പടം. 10ല് 100. ഇപ്പൊ 100ല് കൂട്ടിക്കോ മാർക്ക്. 100ല് 30. ജസ്റ്റ് പാസ്. അയ്യോ ആണോ? എടാ 28അല്ലേ പാസ്? 80ലാണ്. സോറിടാ, തോറ്റിരിക്കുക. പാസ്സല്ലേ? അപ്പൊ ജസ്റ്റ് പാസ്സിലിരിക്കുക. അപ്പൊ എനിക്കിതിൽ പ്രത്യേകിച്ച് സന്തോഷിക്കാനൊന്നുമില്ല. അതിനെ അങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകാന്നുള്ളത്. അങ്ങനെ ജസ്റ്റ് പാസ്സായി പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സിനിമകൾ ചെയ്യുന്നു, നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് സിനിമകൾ ചെയ്യുന്നു. ഞാൻ ഇവരും തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ഇവര് വളരെ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് സിനിമയെ സ്നേഹിക്കുന്ന ആളും എനിക്ക് അത്തരം അതിയായ ഒരു പാഷനൊന്നും സിനിമയോട് ഇല്ലാത്ത ഒരാൾ എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തിൽ ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിജയങ്ങളൊക്കെ തന്നെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതിനെ തുടർന്ന് ഉള്ള പരാജയങ്ങൾ വരാനിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് കൂടുതൽ സന്തോഷിക്കാനും പറ്റില്ല. കാരണം എനിക്കറിയല്ലോ ഇനി വരാനിരിക്കുന്ന എന്തൊക്കെയാണ്. ഒരു വേനൽക്കാലം വരുമല്ലോ. അതുകൊണ്ട് ഇതിലൊന്നും തന്നെ മതിമറന്ന് ഞാൻ ഒന്നും ആഹ്ലാദിക്കുന്നില്ല. അടുത്ത ആഴ്ച തന്നെ നീ ചോദ്യം മാറ്റി ചോദിക്കുന്നതായിരിക്കും. നീ ചിലപ്പോ എന്നെ വെറുക്കും. അശ്വന്ത് പറഞ്ഞായിരുന്നേ, പണി അറിയാവുന്ന ഒരു സംവിധായകന്റെ അടുത്ത് അതല്ല ചോദ്യം അതല്ല, പണി അറിയാവുന്ന ഒരു സംവിധായകന്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ധ്യാൻ ചേട്ടൻ ഒരു ബ്രില്യന്റ് ആക്ടറാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ സംവിധായകരെ സെലക്ട് ചെയ്യുന്നത് ധ്യാൻ ചേട്ടൻ തന്നെയാണ്. അപ്പൊ പണി അറിയാവുന്ന സംവിധായകരെ സെലക്ട് ചെയ്തൂടെ? ധ്യാൻ ചേട്ടനും ഒരു സംവിധായകനാണ്, അതുകൊണ്ടാണ്. എന്റെ ഉദ്ദേശം ഞാൻ ഇതുവരെ മനസ്സിലായിട്ടില്ലേ. നല്ല സിനിമകൾ ചെയ്യാന്നുള്ളതല്ല. സിനിമകൾ ചെയ്യാൻ ഇതിനിപ്പോ നല്ലതാണോ ചീത്തയാണെന്ന് പറഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ ഈ സിനിമ ചെയ്യുന്നത്. എനിക്ക് മോശം നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല. മോശമായിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ ആദ്യ തവണ കാണുന്ന സമയത്ത് നമ്മുടെ ഒരു സിനിമയോടുള്ള ഒരു പാഷൻ, സിനിമ അതൊന്നും പലർക്കും വരുന്ന പലരും ഇതൊക്കെ കാണിക്കും. ഭയങ്കര ആത്മാർത്ഥതയോടെ സിനിമകൾ നിൽക്കും. പിന്നെ വന്ന് 2 ദിവസം കഴിയുമ്പോഴായിരിക്കും അറിയാം ഇവരെ പണിയൊന്നും അറിയില്ല. പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ച ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് പുതുമുഖ സംവിധാനം അവിടെ എത്തുന്ന സമയത്തായിരിക്കും നമ്മൾ അറിയുക പുള്ളി അമ്പലും മില്ലിനും എടുക്കാത്ത, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർ ഭയങ്കര ഒരു രീതിയിലും അഭിപ്രായങ്ങൾ എടുക്കാത്ത, അല്ലെങ്കിൽ തീരെ ഓപ്പൺ അല്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പൊ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. സിനിമ ഞാൻ പറഞ്ഞില്ല, ഒരു പല ഘട്ടങ്ങളിലായിട്ട് വീണു. ഇപ്പൊ സ്ക്രിപ്റ്റ് വായിക്കാറില്ല. അല്ല, നല്ല സിനിമകൾ ചെയ്യുന്നത് നല്ലതല്ലേ. ഇപ്പൊ നമുക്ക് എന്ത് പോസിറ്റീവാണ്, എല്ലാവരും നല്ലത് പറയുന്നു. അതിനപ്പോ എന്തിനാണ് അത് കണ്ടിന്യൂ ചെയ്തൂടെ? എന്റെ ഒരു ഫോർമുല ഞാൻ എന്റെ 2-3 ഇന്റർവ്യൂ അയച്ചു തരാം. അത് ഞാൻ എല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിനെ കുറിച്ചുള്ള എന്റെ ഒരു പോളിസി എന്താന്നുള്ളത്. നമ്മുടെ പോളിസി ഉണ്ടാവില്ല എല്ലാ മനുഷ്യനും. നീ ഇപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഇത് ഭയങ്കര എന്നോടുള്ള സ്നേഹം കൊണ്ടും അതിയായ ഇതുകൊണ്ടാണല്ലോ ഇത്
ഈ സന്തോഷമുണ്ട്. കാരണം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, അതുപോലെ വള, പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ്. കാരണം ഞാൻ അത് ഭയങ്കര ഹാപ്പിയായി. കാരണം എന്റെ ലക്ഷ്യമേ അതാണ്. അതായിരുന്നു. അപ്പൊ കാരണം ചേട്ടന് പുതിയ പേരൊക്കെ അറിയാലോ. ഓക്കെ ഏട്ടാ, താങ്ക് യു. നല്ല സിനിമകൾ ചെയ്യാം. എന്റെ ഈ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരും. ശാന്തി കൃഷ്ണ മാം, ധ്യാൻ ചേട്ടാ ഒരു ചോദ്യം. ധ്യാൻ ചേട്ടനാണ് ഇപ്പൊ മസ്തി വിത്ത് മസ്താൻ എന്നുള്ള പേര് ഫ്രണ്ട്സ് ആയിരുന്നല്ലോ നല്ല. എന്തുകൊണ്ടായിരിക്കും മസ്താനി ഔട്ടായി പോയെന്ന് തോന്നുന്നുണ്ടോ? അത് ഇതിനെ കുറിച്ച് ഞാൻ വെറൈറ്റി മീഡിയ തന്നെ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അല്ല എന്നാലും നമ്മൾ എല്ലാരോടും പറഞ്ഞൂടെ? എന്തിന്? ഇത് നമ്മൾ വളരെ കുറിച്ച് സംസാരിക്കുന്നത് സുഹൃത്തുക്കളല്ലേ, ഓഫ് ടോപ്പിക്, അതുകൊണ്ട് സംസാരിക്കുന്നത് കംപ്ലീറ്റ്ലി ഓഫ് ടോപ്പിക് ആയിപ്പോയി. ചിലപ്പോ അവിടെ ബിഗ് ബോസ് ഞാൻ പോകും, അപ്പൊ കാണും. ബിഗ് ബോസിൽ പോവോ? പക്ഷെ അതിന് മുന്നേ അവള് പുറത്തേക്ക് പോയി. ആ ഇഷ്ടം നമ്മളൊന്നും വേണ്ട, ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ ആയി. അല്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്റിമേറ്റ് സീൻ ഉണ്ട്. അത് ഗോവിന്ദന് എന്നോടാണോ? അപ്പൊ അതിനകത്ത് ഞാൻ ചേട്ടന്റെ ബോഡി വെച്ച് മാത്രം വർക്ക് ആവുന്ന ഒരു ഫണ്ടും ഉണ്ട്. മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. അങ്ങനെ ഇപ്പം ധ്യാൻ ചേട്ടന്റെ ബോഡി അത്രയും വൈഡ് ആയതുകൊണ്ട് മാത്രം വർക്ക് ആവുന്ന ഒരു കോമഡി ഉണ്ട്. വളരെ മാത്രം മനസ്സിലാവുന്ന ഒരു കോമഡിയാണ്. അപ്പം ഇതുവരെ യൂസ് ചെയ്യാത്ത ഒരു അറീന ധ്യാൻ ചേട്ടനിൽ ഇങ്ങനെ ആളുകൾ കണ്ട് ബോഡി ഉള്ളതുകൊണ്ടാണ് സെലക്ട് ചെയ്തത്. ആക്ച്വലി അതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഏറ്റവും എടുക്കാൻ. കാരണം ഒരു ചാനലിൽ 6 മാസത്തിനപ്പുറം നിൽക്കാറില്ല, ചാടി ചാടി നടക്കും. എന്തൊക്കെ കുറച്ച് നിൽക്ക്. ഞാൻ ചേട്ടൻ ഇതുവരെ അങ്ങനെ ആരും ഉപയോഗിക്കാത്തൊരു സ്പേസ് ഉണ്ടല്ലോ, ഇപ്പൊ ശരീരമായാലും അല്ലെങ്കിൽ വില്ലനീസ് ആയാലും. അപ്പൊ ഇത് യൂസ് ചെയ്യുന്നതിന് അപ്പുറത്തെ ആൾക്ക് സ്റ്റഫ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അപ്പുറത്തെ ആളുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ നമ്മളെ എങ്ങനെ ഉപയോഗിക്കണം കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. അത് വെച്ചിട്ട് ഇനിയുള്ള സെലക്ഷൻസിന് എന്തെങ്കിലും ഒരു അപ്ഗ്രേഡേഷൻ ഉണ്ടാവോ? ഞാൻ എന്നോട് ഇതൊക്കെ പറഞ്ഞല്ലേ കഴിഞ്ഞ തവണ. നീ ഇങ്ങനെ ഇവനെ പോലെ ചോദിക്കരുത്. അവരെ വല്ലപ്പോഴും കാണുന്നതായിരിക്കും, നീ ഇങ്ങനെ അടുക്കള കാണുന്നില്ല. ഇപ്പൊ അവര് ഏരിയ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ എന്നോട് ഞാൻ പറഞ്ഞ കാര്യം മൂവി കൊണ്ടുള്ള സമയത്ത് നിനക്ക് എത്ര പൈസ കിട്ടി? എനിക്ക് അവിടുന്ന് കുറച്ച് കൂടുതൽ പൈസ കിട്ടി, ഇപ്പൊ നീ ഇപ്പുറത്തോട്ട് ചാടി. അതുകൊണ്ട് ഞാൻ നമ്മളൊക്കെ ഒരേ ഇതിലെ ഇഷ്ടം വേണോ ഇതിനുത്തരം? ഇപ്പൊ സെലിമോക്സിന് ഒരാഴ്ച ചെറിയ ഇപ്പോഴും ചിത്രം പടത്തിലെ വിഷ്ണു വേണോ? വിഷ്ണു അപ്രീസിയേഷൻസിൽ മതി മറക്കുന്നുണ്ടോ? അല്ല, ഇത് വേറെ വേൾഡിലെ ഞങ്ങളുടെ വേൾഡിലെ കുറച്ച് കഥകളാണ്. അപ്രീസിയേഷനിൽ മതി മറക്കുന്നുണ്ടോ? നീ 1 മാസം മുന്നേ ആണ് നീ നമ്മള് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഞാൻ എന്നോട് ചോദിച്ചു നീ എത്ര ദിവസം. ഞാൻ ഇനി ഇവിടെ ഞാൻ നീ ഏഷ്യാനെറ്റിൽ വിഷ്ണു ഒന്ന് നിർത്തും. ഇപ്പൊ